നമസ്കാരം. നാട്ടുവാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 5 വർഷക്കാലം ഉദുമ നിയോജക മണ്ഡലത്തിൽ 1500-ൽ പരം കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കി ചരിത്രം സൃഷ്ടിച്ച CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CH കുഞ്ഞമ്പു ഒരിക്കൽ കൂടി ഉദുമ നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടാൻ ഒരുങ്ങുകയാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CH കുഞ്ഞമ്പുവിനെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനത്തിന് ഇനി സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം വേണം. ഇതിനോടകം തന്നെ CH കുഞ്ഞമ്പു തന്റെ മണ്ഡലത്തിലെ പഴയകാല നേതാക്കളെയും പ്രവർത്തകരെയും പൗരപ്രമുഖരെയും കണ്ടുകഴിഞ്ഞു. ഉദുമ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു പിടി വികസന പ്രവർത്തനങ്ങളാണ് MLA എന്ന നിലയിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത്. കേരളത്തിൽ തന്നെ ജനകീയ MLA എന്ന ഖ്യാതി അരക്കിട്ടുറപ്പിച്ചുകൊണ്ടാണ് CH കുഞ്ഞമ്പു ഒരിക്കൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കി ഇറങ്ങുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13,500ഓളം വോട്ടുകൾക്കാണ് CH കുഞ്ഞമ്പു UDFിലെ ബാലകൃഷ്ണൻ പെരിയയെ പരാജയപ്പെടുത്തിയത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ ഒരു പോരാട്ടമായിരിക്കും ഉദുമയിൽ UDFും LDFും കാഴ്ചവെക്കുക. തുടർച്ചയായി 3ാം ഭരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് LDF തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത്. കേരളം നവകേരളമാകും. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാകും എന്നിങ്ങനെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകിയാണ് LDF തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത്. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ഒരിക്കൽ കൂടി പുതിയ സർക്കാർ അധികാരത്തിലേറിയാൽ കാസർഗോഡിന് ഒരു മന്ത്രി ലഭിക്കുമെന്നും അത് CH കുഞ്ഞമ്പു ആയിരിക്കുമെന്നും LDF പ്രവർത്തകരിൽ അഭിപ്രായമുണ്ട്. തന്റെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് 2 മാസം മുൻപ് CH കുഞ്ഞമ്പു MLA ജനങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് MLAയുടെ നേതൃത്വത്തിൽ വികസന സന്ദേശ ജാഥയും ഉദുമയിൽ LDF നടത്തിയിരുന്നു. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജനകീയ MLA 4ാം തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിനായി ഇറങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത.